അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാവം ഹാദിയ, അവളുടെ കാലിന് ഇന്ന് ഓപ്പറേഷനാണ്. ഉപ്പ പറഞ്ഞു പെട്ടെന്ന് എല്ലാം ചെയ്യാം, എൻ്റെ കുട്ടി അത്രയും വേദന സഹിച്ച് നിൽക്കല്ലേ എന്നുള്ളത്. പാവം നല്ല രീതിയിൽ കോളേജിൽ പോവുകയായിരുന്നു. അതിനിടയിലാണ് അവൻ്റെ ആ ശത്രുത, അതെ, ആ ലോറി കൊണ്ടിടിച്ച് അവളെ. പാവം, ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയതും വലിയ ഭാഗ്യം. അതാണ് എല്ലാവരും പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, അത്രക്കും വലിയ ആ ലോറിയുമായി ആ ഒരു കാറിൻ്റെ പിന്നാലെ അല്പസമയമൊന്നുമല്ല അവൻ ദേഷ്യത്തോടെ പോയത്. എന്നാൽ പേര് അത് സഫീറിൻ്റെയാണ്. സഫീറിൻ്റെ ലോറിയാണ് ഇടിച്ചത് എന്നും. എന്നാൽ അതിനിടയ്ക്ക് സഫീറിനെ വിളിപ്പിച്ചപ്പോൾ തന്നെ ജ്യേഷ്ഠനായ ജസീർ അപ്പോഴേക്കും അത് ആ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളാണോ സഫീർ? അത് ഞാനല്ല, എൻ്റെ അനിയനാണ് സർ. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അതെ, നിങ്ങൾ ഈ ഒരു നമ്പറിലുള്ള വാഹനം നിങ്ങളുടേതല്ലേ? നിങ്ങളുടെ അനിയൻ്റേതാണോ? അത് എൻ്റെ അനിയൻ. അവന് ഇന്നലെ ഇവിടുന്ന് ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളോട് പോലും ശരിക്കൊന്നും പറയാതെയാണ് അവൻ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. പക്ഷെ സംഭവം ഇതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. ഓഹോ, അപ്പോൾ കടന്നു കളഞ്ഞു അല്ലേ? ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയാൽ ക്രിമിനൽസ് രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോലീസിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ വളരെയധികം വിനയത്തോടെ ജസീർ പറയുന്നു, സാർ, അത് അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ എങ്ങാനും. ഓ, അറിയാതെ അത്രയും സമയം ആ കുട്ടിയുടെ പിന്നാലെ ഓവർടേക്ക് ചെയ്യുക പോലും ചെയ്യാതെ പിന്നാലെ നടന്ന് കൊടുത്തിട്ട് ഇപ്പോൾ എന്താ തെറ്റുപറ്റിയെന്നോ? തെറ്റുപറ്റിയെന്നല്ല, അത് ഇനിയിപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. സംഭവം അതെനിക്ക് കറക്റ്റായിട്ട്. ഓ, അങ്ങനെ അല്ല സർ, അവന് കുറച്ച് കൈക്കൂലി തന്നാൽ നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തോ? നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഈ പോലീസുകാരെ പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലീസ് അല്ല കേട്ടോ ഞാൻ. ഒരിക്കലും നിങ്ങൾക്ക് കൊടുക്കാം കൈക്കൂലി മറ്റുള്ള പോലീസുമാർക്ക്, പക്ഷേ എനിക്കൊരു കൈക്കൂലിയുടെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് നിർവഹിച്ചില്ല എങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ടിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? നിന്നെപ്പോലുള്ള ആളുകൾ കൊടുക്കുന്ന ചില തെണ്ടികൾ വാങ്ങുന്ന കൈക്കൂലി, അതുകൊണ്ട് എന്താ? ക്രിമിനൽസിനെ വളർത്തുകയാണ് നമ്മൾ വേണ്ടത്. അതെ, തൽക്കാലം അനിയനോട് വേറെ പണി നോക്കാൻ പറ, അവനെ ഞാൻ പൊക്കിക്കോളാം. എന്നാ അവൻ വരിക? സർ, അത് അറിയില്ല. ശരിക്കും അഭിനയത്തോടെ ജസീർ അത് സഫീറിനെ അത്രയധികം കുറ്റപ്പെടുത്തി എന്ന് തന്നെ പറയാം. സ്വന്തം അനിയനോട് ചെയ്യുന്ന ക്രൂരമായ കൃത്യം ആർക്കെങ്കിലും സഹിക്കാൻ കഴിയോ? എന്നാൽ പാവം സഫീർ ഇതൊന്നും അറിയുന്നില്ല. വീണ്ടും അവന് മേൽ വന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാവണം. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതും നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ അപകടവും എല്ലാം ഇവിടെ അറിയും. എന്നാൽ നിങ്ങൾ വിദേശത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളിവിടെ ഹാജരായില്ലെങ്കിൽ 1 കോടി രൂപയെങ്കിലും ഫൈൻ അടിക്കേണ്ടി വരും. അതുമാത്രമല്ല, ആജീവാനന്തം ജയിൽ ശിക്ഷയും. അവനക്ക് വന്ന ആ ഒരു മെയില് സങ്കടത്തോടെ ഫോണിലേക്ക് നോക്കി വിങ്ങിപ്പൊട്ടുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഫീറിനെ കണ്ടപ്പോൾ അതാ ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന. എന്തു പറ്റി? അതെ, വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. ആ മെയിൽ അവന് നേരെ നീട്ടി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെന്നോ? അപകടമുണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ച് താമസിക്കുകയാണെന്നോ? എന്തായാലും 1 കോടി രൂപയും ആജീവനാന്തം തടവും. സഹോദര, നമുക്ക് പോകാം. ഇനി നമുക്ക് പോകാം. ഞാനേതായാലും അടുത്ത ആഴ്ച പോകാൻ നിൽക്കല്ലേ, നമുക്ക് പോകാം. സഫീറിനെ തൊട്ട് തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു സഫീർ. സാരല്ല, നീ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും കൂടി വന്നതല്ലേ, പഠിച്ചു നിന്നെ രക്ഷിക്കും കേട്ടോ. പിന്നെന്ന് വെച്ചാൽ കുറച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. സാരല്ല, ഹേയ്, വിഷമിക്കണ്ട. എന്നാൽ സഫീർ വിതുമ്പിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ തോളിലേക്ക് ചാരി നിന്നുകൊണ്ട് പറഞ്ഞു, ആഷി, ഒന്നുമല്ലടാ, എന്തിന് ഇത്രയധികം വലിയ ചതി? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെപ്പിറപ്പല്ലേ. സാരല്ല, ഏറ്റവും കൂടുതൽ നമ്മുടെ ശത്രുക്കൾ കൂടെപ്പിറപ്പുകളായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദര. അത് ഏതൊരു ജ്യേഷ്ഠനായാലും അനിയനായാലും അവർ തമ്മിലൊരിതുണ്ടാവും.
അതെ, അത് ആദ്യമുള്ളതെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ആബിലിൻ്റെയും ഖാബിലിൻ്റെയും കഥ. സാരില്ല, എല്ലാം പടച്ച റബ്ബിലേക്ക് അർപ്പിക്കുക. സത്യം പറഞ്ഞാൽ ആഷിക്കും വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അല്ലാ റബ്ബേ, എൻ്റെ കൂട്ടുകാരനെ നീ രക്ഷപ്പെടുത്തല്ല. അങ്ങനെ അതാ അവർ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നു. സഫീറിൻ്റെ കാര്യം ആലോചിച്ച് ശരിക്കും സങ്കടത്തിൽ തന്നെയാണ് ആഷി ഉസ്താദ്. തൽക്കാലം നമ്മൾ പോകുന്നത് ആരും അറിയണ്ട. എന്നാൽ കൂടെയുള്ള ഫ്രണ്ട്സുകൾ, അത് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ സഫീറിന് ഒരുപാട് ഫ്രണ്ട്സുകൾ കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അവരുടെ പെട്ടെന്നുള്ള പോക്ക്, അത് ശരിക്കും ആഷി ഉസ്താദ് പോകും, തിരിച്ചു വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സഫീർ പറഞ്ഞിരുന്നു, ഞാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ വെക്കേഷന് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം, എല്ലാവരും എന്തായാലും പോകില്ലല്ലോ. അങ്ങനെ അവരുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ. എന്നാൽ സഫീർ നാട്ടിലേക്ക് പോകുന്നില്ലെന്നറിഞ്ഞപ്പോഴേ എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പെട്ടെന്നുള്ള സഫീറിൻ്റെ മനംമാറ്റം അതവൻ്റെ ഫ്രണ്ട്സുകളിലും സങ്കടം ഉണ്ടാക്കി. സഫീർ, നീ പോവല്ലടാ, നീ പോവ്, എന്താ നമ്മളൊന്ന് എൻജോയ്മെൻറ്റ് ചെയ്തു വരുമായിരുന്നല്ലോ, നീയല്ലേ പറഞ്ഞത് ഈ പ്രാവശ്യം പോകുന്നില്ല എന്നൊക്കെ, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം? അല്ലടാ പോട്ടെ. ആഷി ഉസ്താദ് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതെ, പുതിയ ഫ്രണ്ട്സുകളോട് വളരെ പെട്ടെന്നായിരുന്നു അവൻ ഇടപഴകിയിരുന്നത്. ഒരു നിമിഷം ആഷി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ നിന്ന് അവനുള്ള ആ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഫ്രണ്ട്സുകളെ ആഷി സമ്മാനിച്ചിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ അവൻ പെരുമാറുകയും ചെയ്തിരുന്നു. അവർ യാത്ര പറയുകയാണ്. എടാ, നാട്ടിൽ പോകണമെങ്കിലേ ഞങ്ങൾ കുറച്ച് സർപ്രൈസ് തരാട്ടോ. അതൊന്നും വേണ്ട. അല്ലല്ല, കുറച്ചധികം സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ പോകുന്നത് ജയിലിലേക്കായിരിക്കുമോ അറിയില്ല, എന്തായാലും ജയിലിൽ കിടക്കുക, അതൊന്നും സാരില്ല. അള്ളാഹുവിൻ്റെ എത്ര ഔലിയാക്കളൊക്കെ എത്ര കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, എത്ര നബിമാർ സഹിച്ചിട്ടുണ്ട്, അതിന് മേറപ്പുണ്ടോ ഞാൻ? എന്നാലും അൽഹംദുലില്ലാ, ഞാൻ ദീൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഓരോ മുത്തുമൊഴികളും ഞാനതറിയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് കുളിരണിയുകയാണല്ലോ. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് അത് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ അതെ ദീനിൻ്റെ ബാലപാഠങ്ങളെല്ലാം വളരെയധികം കൃത്യമായും വ്യക്തമായും പഠിച്ചു. അത് ശരിക്കും ആ കോളേജിൻ്റെ തന്നെ ഹീറോ ആയി മാറുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തുമെന്ന് പലരും പറഞ്ഞു. പക്ഷേ കഴിഞ്ഞില്ല. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ. അവൻ്റെ പേരിൽ വലിയൊരു കേസാണ് വന്നിട്ടുള്ളത്. അറിയാതെ ആക്സിഡൻ്റ് ആവുകയാണെങ്കിൽ അത്ര വരൂല, പക്ഷേ ഇത് കരുതിക്കൂട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതിനു മുമ്പെയുള്ള ക്യാമറ കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ പിന്നാലെ ആ ലോറി പോകുന്ന ദൃശ്യങ്ങളും കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം, എല്ലാ നിലക്കും അത് സഫീറിൻ്റെതാക്കി തീർത്ത് കളയുകയും ചെയ്തു സ്വന്തം ജ്യേഷ്ഠനായ ജസീർ. എന്നാൽ ഈ സമയം ജസീർ അതാ പതിവ് പോലെ തൻ്റെ റിസോർട്ടിലേക്ക് പോകുന്നു. അവനൊന്ന് എൻജോയ്മെൻറ്റ് ചെയ്യണം, അതിനുവേണ്ടി അവൻ അത് ലക്ഷ്യമാക്കി പോവുകയാണ്. അത് അവൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുകയായിരുന്നു. എന്താ ഏട്ടാ ഇത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്. അവനെ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. എല്ലാവർക്കും സഫീർ നല്ലവൻ, ഞാൻ മോശക്കാരനും, അതങ്ങ് മാറ്റിമറിക്കണം. അതിനു വേണ്ടിയിട്ട് തന്നെ ഈ ഒരു പണി ഞാൻ ചെയ്തത്. എന്നാൽ ഈ സമയം അതാ പതിവ് പോലെ അവൻ ആ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ റൂമിലേക്ക് ചെന്നു. പതിവ് പോലെ താൻ എന്നും വിളിക്കാറുള്ള ആ ഒരു പെണ്ണിനെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഹാദിയയുണ്ടോ? ഹാദിയ? എന്തിന് ഹാദിയ, നിനക്കെന്തിനാ? അല്ല, അവര് എന്താ, ഞാൻ നിന്നെ വിളിച്ചോ ഇല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഹാദിയ ഉണ്ടെങ്കിൽ അവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമായിരുന്നു, അല്ലാതെ. അതെ, അന്ന് ഡയമണ്ട് നെക്ലേസ് അവൾക്കായിരുന്നു ഹാദിയ സമ്മാനിച്ചിരുന്നത്. ഒരിക്കൽ പോലും തെറ്റ് ചെയ്യരുത്. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഈ ഒരു ഡയമണ്ട് നെക്ലേസ് വിറ്റിട്ട് നീ ജീവിച്ചോ, നിന്റെ ഭർത്താവിനെ പരിചരിച്ചോ, നിന്റെ മക്കളുടെയും ചെലവ് കഴിച്ചോ. അതുകൊണ്ട് നീ ഒരിക്കലും തെറ്റിലേക്ക് പോകരുത് എന്ന് അവളോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു. അവളെ വിളിച്ചപ്പോൾ, അവൾ ഹാദിയെ ചോദിച്ചപ്പോൾ അവന് ശരിക്കും ദേഷ്യം പിടിച്ചു. ഓഹോ, ഒരു കാലത്ത് ഞാനായിരുന്നില്ലടി നിന്റെ കുടുംബം പോറ്റാനും നിന്റെ മക്കളെ പോറ്റാനും നിന്റെ ആ കിളവനായ ഭർത്താവിനെ സംരക്ഷിക്കാനും അതിനുള്ള മെഡിസിൻ്റെ ഒക്കെ ഞാനായിരുന്നല്ലേ ക്യാഷ് തന്നിരുന്നത്. ഇപ്പോൾ നീ എന്താ ഹാദിയെ ചോദിക്കുന്നത്? അല്ല, അത് എന്താടി കിടന്ന് മെഴുകുന്നത്? അല്ലെങ്കിലും നിനക്കൊക്കെ കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേ. എന്നാൽ മറ്റൊരു പെണ്ണ്
ആ മേരിയും അവിടെ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? ഉം. അവളൊന്ന് പരീക്ഷിക്കാൻ വിളിച്ചു നോക്കിയതാ. അവളിപ്പോൾ എൻ്റെ ഭാഗത്തേക്കൊന്നും വരാറേ ഇല്ല. അവൾ നൈസായി മുങ്ങാണ്. ഒരുപാട് ലക്ഷങ്ങൾ കൊഴിച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടി ഞാൻ. 1 2 3 4 ലക്ഷം വാരി എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവളും അഹങ്കാരിയായി മാറി. അവൾ ചോദിക്കണ ഹാദിയ അതിനെന്താ ഞാനില്ലേ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൾ അവൻ്റെ തോളിൽ പതുക്കെ തൊട്ടിട്ട് പറഞ്ഞു, എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ നിമിഷങ്ങൾ മതി എനിക്ക്. പണത്തിൻ്റെ മേലെ ഒരു പരുന്തും പാറൂല. ആ എന്താ ഇത്രമാത്രം ദേഷ്യപ്പെടാന്? അവൻ്റെ മുടിയിഴകൾ തഴുകി തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ അവന് പറഞ്ഞു, അതെ നീയും എന്നെ ചതിക്കുവോ? എല്ലാവരും ചതിച്ചു. ഹാദിയ അവളാണ് എന്നെ ആദ്യം ചതിച്ചത്. അവൾ എന്താ ചെയ്തതറിയോ? നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി തന്നെ പറയാം. ഞാൻ ഒരിക്കലും അവളെ ഒഴിവാക്കണമെന്ന രീതിയിൽ കൊണ്ടാക്കിയതൊന്നുമല്ല. എനിക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ടായിരുന്നു. എന്നാൽ പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ അവൾ വന്നില്ല. അവളിലൊരു കുഞ്ഞുണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ വിടുമോ? ഇല്ല. അതെ, ജസീറിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാലേ സംഭവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവൾ ചവിട്ടിയത് മൂർഖനെയാണ്, അല്ലാതെ വെറുമൊരു നീർക്കോലിയല്ല. മനസ്സിലാക്കണം അവള്. എന്നോടാണ് അവളുടെ കളി. ജസീറ് വിളിച്ചിട്ട് അതിനാരെങ്കിലും എതിര് പ്രവർത്തിച്ചാലുണ്ടല്ലോ വെച്ചേക്കില്ല. ആ അതിപ്പോ നീയാണെങ്കിലും ശരി. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് അല്പം ദേഷ്യത്തിലാണല്ലോ. ഞാൻ നേരത്തെ തന്നെ ഇവിടെ വന്ന് കാത്തിരുന്നൊക്കെ ഇതിനാണോ? നിന്നോട് പറഞ്ഞു എന്ന് മാത്രം. ആ മറ്റവളുണ്ടല്ലോ, അവളിപ്പോൾ വരുന്നില്ല വിളിച്ചിട്ട്. അവളിപ്പോൾ ആദ്യം എവിടെ അതാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അവളെയാണ് ആവശ്യം. പിന്നെ എന്നാൽ ഈ സമയം അവൾ വിചാരിക്കുകയാണ്, അതെ ഹാദിയ അവൾ പാവം പെണ്ണായിരുന്നു. ഒരിക്കലും അവളുടെ മുമ്പിൽ വെച്ച് ഒരു തെറ്റിലേർപ്പെടാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതെ, അന്ന് എനിക്ക് സങ്കടം തോന്നി. ഞാൻ അവൻ്റെ കൂടെ നിൽക്കണം, അവളോട് ചായ ഉണ്ടാക്കാനും അതിനെന്തെങ്കിലും പറഞ്ഞ് അവളെ പുറത്ത് നിർത്തിയൊരു വേലക്കാരിയെ പോലെ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും ആ പെണ്ണെന്ന്. എന്ത് ചെയ്യാൻ, പണത്തിന് വേണ്ടി തെറ്റ് ചെയ്യേണ്ടി വന്നവളാണ് ഞാനും. പക്ഷേ ഹാദി എൻ്റെ മുമ്പിലേക്ക് നീട്ടിയ ആ ഒരു ഡയമണ്ട് നെക്ലേസ് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ആരോ ഒന്ന് കടന്നു വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്നോട് അത്രയ്ക്കും സ്നേഹം ഉണ്ടായിട്ടല്ലേ ഇനി മോളൊരിക്കലും തെറ്റിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നൽകിയത്. സത്യമായിട്ടും പാവം ആ പെണ്ണ്. അവളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവളോട് പറയാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, എവിടെയാണോ എന്തോ ആവോ. റിസോർട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടാണ് മറ്റേയാൾ വിളിച്ചത്, ജസീർ. ഞാൻ കാര്യം പറഞ്ഞു, എന്നെക്കൊണ്ടിപ്പോൾ ആവില്ല, ആദ്യം ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഹോ, എന്താന്നാവോ പഠിച്ചോനെ. ഏതായാലും എൻ്റെ ഭർത്താവിനുള്ള ചികിത്സാ ചെലവും എൻ്റെ മക്കൾക്കുള്ളതും പോരാത്തത് ഞങ്ങൾക്കൊരു കൊച്ചു വീടുമെല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കാനുണ്ടായിരുന്നു. കാരണം അത്രക്കും വിലപിടിപ്പ് വരുന്ന ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു. അതിൽ അത്രയധികം ഡയമണ്ട്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഹോ, ഇനിയിപ്പോൾ അതെങ്ങാനും അറിഞ്ഞാൽ മറ്റേയാൾ എന്തേ ചോദിക്കുമോ ഇല്ലേ ആവോ. ഷാന ശരിക്കും ചിന്തിച്ചു. പാവം ഹാദിയ, ഓളൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ജസീർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നെ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല. അന്ന് ആ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് നല്ല ഡ്രസ്സും, അതെ അവളേക്കാൾ മൊഞ്ചുള്ളതെന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഡ്രസ്സും ഇതൊക്കെ ആയിട്ട് അവളുടെ മുമ്പിലേക്ക് ഇട്ട് വരാൻ പറഞ്ഞതും, അതെ ഞാൻ അവന് ഷെയ്ക്കാൻ്റെ കൊടുക്കണം, കെട്ടിപ്പിടിക്കണം, എന്തൊക്കെയായിരുന്നു അവൻ പറഞ്ഞ് ലക്ഷങ്ങൾ എൻ്റെ മടിയിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ ആ പെണ്ണിനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നോ ഇതൊക്കെ? ആദ്യമൊന്നും ഞാൻ ഇത്ര വിചാരിച്ചില്ല. പക്ഷേ പിന്നീട് റിസോർട്ടിലേക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ എൻ്റെ റൂമിലേക്ക് അവൻ പ്രവേശിച്ചപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആ പെണ്ണ് എത്ര ഒരു പാവമായിരുന്നെന്ന്. ആ പെണ്ണ് പാവം. അവിടെ തനിച്ചായി പോയ പോലെ തോന്നി. ആദ്യമൊക്കെ എനിക്ക് മനസ്സിനുള്ളിലേക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നി. പിന്നീട് അവൻ്റെ ആ സംസാരത്തെ കേട്ടപ്പോൾ അതിന് ഞാനും അങ്ങ് മുഴുകിപ്പോയി. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി കൊടും ചതിയാണ് ആ പെണ്ണിനോട് അവൻ ചെയ്യണമെന്ന്. ആരോടുള്ള എന്തോ ഒരു പക പോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പാവ ആ പെണ്ണ് എവിടെയാണാവോ? ആദ്യം ഉണ്ടോ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്താവോ. എന്നാൽ ഈ സമയം അതാ ജസീർ മറ്റവളോട് പറയുന്നു, അവൾക്കൊക്കെ ഹാദിയാണ് വേണ്ടത്. ഹാദിയ ഞാനെയോ എന്ത് പറ്റി? ഹാദിയക്ക് എന്ത് പറ്റി? അവള് പ്രഗ്നൻ്റ് ആണോ? പ്രഗ്നൻ്റ് വേറെ എവിടെ ഇല്ല കേട്ടോ. ഹാദിയ എന്നുള്ളൊരു വാക്ക് മിണ്ടി പോരുത്.
അങ്ങനെയാണ് നിങ്ങൾ ആരെയും വിളിച്ചു വരുത്തില്ല ഇങ്ങോട്ട്. എന്താ എന്തൊക്കെ എന്ത് പറ്റി ഹാദിയ? എന്താ? ഒന്നുമില്ല, അവളെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ അങ്ങനെ. അല്ലെങ്കിൽ ഇക്കാക്ക് എന്തിനല്ലേ ഹാദിയൊക്കെ? ഞാനൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ അവൾ അല്പം കൊഞ്ചലോടെ അത് പറഞ്ഞു. അതെ, എനിക്ക് വേണമെങ്കിൽ 100 ഹാദിയന്മാരെ കിട്ടും, അവളെ വേണമെന്നില്ല. അവളെ ഞാനുണ്ടല്ലോ ഇഞ്ചിഞ്ചായി നിരകിപ്പിക്കും. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്ത് കുറ്റം ചെയ്തിട്ടാ? അവള് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. എന്തൊക്കെ തന്നെയല്ലേ, എനിക്ക് ആരോടെങ്കിലും ഒരു പക വീട്ടാനുണ്ടെങ്കിൽ അത് ഇനി അവളോടായിരിക്കും എനിക്ക് വീട്ടാനുള്ളത്, വേറെ ആരോടുമല്ല. ശരിക്കും അവൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടിട്ട് അവളും ഒന്ന് ഞെട്ടി. എന്നാൽ ഈ സമയം അതാ നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പുകൾ, അതെ, സാധനങ്ങൾ പലതും വാങ്ങിക്കൊടുക്കുവാൻ കൂട്ടുകാരെല്ലാം നിൽക്കുന്നു. കാരണം അവൻ്റെ കൂട്ടുകാർ അത്യാവശ്യം ക്യാഷ്ലിയായ ആളുകളാണ്, വിദേശികളാണ്, അങ്ങനെ പലരുമുണ്ട്. അവരെല്ലാം അറബികളുണ്ട്, അതുപോലെ നൈജീരിയക്കാരുണ്ട്, ഇംഗ്ലീഷുകാർ, അങ്ങനെ അങ്ങനെ പല പല ആളുകൾ അവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്, നല്ല ക്യാഷ്ലിയായിട്ടുള്ളവർ. അത് ശരിക്കും ഇവൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്ന പോലെ തോന്നി. പോയിട്ട് തിരിച്ചു വരണേ. അവർ പല പല വിധത്തിലുള്ള സമ്മാനങ്ങളുമായി അവൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവൻ ഒരു നിമിഷം ചിന്തിച്ചു, ഇതൊക്കെ എന്തിന്, ആർക്ക് കൊടുക്കാൻ? ഞാൻ പോകുന്നത് വേറെ ഇങ്ങോട്ടുമില്ലല്ലോ. അതെ, ഏറി വന്ന ജയിലിലേക്ക്, അല്ലാതെ ജീവിതത്തിലേക്കോ എൻ്റെ പെണ്ണിനെ കാണാനോ പോവല്ലല്ലോ. മക്കളെ, ഇതൊന്നും വേണ്ടടാ, ഞാൻ എന്താ ഞങ്ങളെ വകയായിട്ട്. എന്നാൽ ആഷി പറഞ്ഞു, സാരല്ല, വാങ്ങിക്കോ, അവർ സന്തോഷത്തോടെ തരുന്നതല്ലേ, നിന്നോട് അത്രക്കും സ്നേഹം ഉണ്ടായിട്ടല്ലേ. അങ്ങനെ അതാ അവർക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളുമല്ല, അത് നല്ല വിലപിടിപ്പുള്ള അതെല്ലാം അവരൊരു പെട്ടിയിലാക്കി അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. നിറഞ്ഞ മിഴികളോടെ അതാ സഫീറും ആഷിയും അവിടം വിട്ട് പോരുകയാണ്. ഒരിക്കൽ കൂടി ആ ക്യാമ്പസിലേക്ക് അവർ തിരിഞ്ഞു നോക്കി. സഫീറിന് അറിയുമായിരുന്നില്ല ഇനിയൊരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല, അതെ, എൻ്റെ ഫ്രണ്ട്സുകളെ കാണാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ അവൻ ചിന്തിച്ചു. ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു. പോയിട്ട് വരാട്ടോ, വിധിയുണ്ടെങ്കിൽ കാണാം. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയരുത്, വേഗം തിരിച്ചു വരണം. അറിയില്ല, ഇൻഷാ അല്ലാ ദുആ ചെയ്യണേ. തീർച്ചയായും. എന്താ ഇത്രമാത്രം ടെൻഷൻ ആവാനേ? ഒന്ന് നാട്ടിൽ പോരുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കല്ലേ, പക്ഷേ ഇവന് ഹാപ്പിനെസ് ഇല്ലല്ലോ, പകരം ടെൻഷനാണല്ലോ. എന്താ ഇത്? കരയാതിരിക്കോ? കരയല്ലേ. എന്നാൽ ഈ സമയം സഫീറും ആഷിയും വരുന്നതൊന്നും ഹാദിയ അറിയുന്നേ ഇല്ല. അവളിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അവളുടെ ശരീരത്തിൽ അനസ്തേഷ്യ കൊടുത്ത് അവൾ ബോധമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ്. പുറത്ത് ഉമ്മയും ഉപ്പയും നിസ്സഹായായി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ഉസ്താദുമാരും ഇടയ്ക്കിടെ വരും പോകും. അവളുടെ കാര്യം ആലോചിച്ച് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മനമില്ലാ മനസ്സോടെ സഫീറും ആഷിയും അവിടെ നിന്ന് പോരുകയാണ്. ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ കണ്ണീർ തുടച്ചു. ആ കൂട്ടുകാരെല്ലാം അവനക്ക് വേണ്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.